നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരം കേരളത്തിൽ ഈ എൻട്രൻസ് പരീക്ഷയുടെ ഒരു ചരിത്രം കൂടി അറിയുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. 70-71 കാലഘട്ടങ്ങളിൽ വരെ 72 വരെ പ്രീ ഡിഗ്രി, അന്ന് പ്ലസ് ടു ഇല്ല, പ്രീ ഡിഗ്രിക്ക് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്കിങ് മാർക്ക് തയ്യാറാക്കി എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ പലർക്കും സംശയം തോന്നി ഈ മാർക്കിൻ്റെ കാര്യം. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിനകത്ത് നടന്ന യൂണിയൻ പോരിനിടയിൽ ഒരു സംഭവം പുറത്തു. അന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ 10-ലേറെ കുട്ടികളുടെ മാർക്ക് 0. ഇതിൻ്റെ ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് ഇന്നത്തെ ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ്, അന്നത്തെ ഇൻ്റർമീഡിയറ്റ് കോളേജ്. അവിടെ അന്ന് സമരത്തിൻ്റെ ഉത്ഭവസ്ഥാനം അവിടെയാണ്. എല്ലാ വിദ്യാർത്ഥി സമരങ്ങളുടെ ഉത്ഭവസ്ഥാനം ഇൻ്റർമീഡിയറ്റ് കോളേജ്. അവിടെ നേരെ മോഡൽ സ്കൂളിൽ നിന്ന് നേരെ സാൻസ്ക്രിറ്റ് കോളേജ്, അവിടെ നിന്ന് നേരെ യൂണിവേഴ്സിറ്റി കോളേജ്. ഇങ്ങനെയാണ് സമരം വ്യാപിക്കുന്നത്. അന്നത്തെ ആ ഒരു രീതി അതാണ്. അന്ന് ഈ സമരത്തിന് മുമ്പേ നിന്നവർ, ക്ലാസ്സിൽ വരാത്തവർ, പരീക്ഷ എഴുതാത്തവർ, പ്രാദേശിക പരീക്ഷകൾ എഴുതാത്ത ആളുകൾ, പ്രാദേശിക നമ്മുടെ പരീക്ഷകളിൽ പങ്കെടുക്കാത്ത ആളുകൾ, പങ്കെടുത്ത് 0 മാർക്ക് വാങ്ങിച്ചവരൊക്കെ MBBS-നും എഞ്ചിനീയറിംഗിനും അഡ്മിഷൻ കിട്ടുമ്പോൾ പലരും അന്തം വിട്ടുപോയി. ഇതെങ്ങനെയാണ്? അപ്പോൾ അന്ന് ഞങ്ങളിതിന് കണ്ടുപിടിച്ച ഒരു മാർക്ക്, ഇവർക്കൊക്കെ വീട്ടിൽ ട്യൂഷൻ ഉണ്ടാവും, പ്രൊഫസർമാരെല്ലാം വീട്ടിൽ ചെന്ന് ട്യൂഷൻ എടുക്കുന്ന കാഴ്ചക്കാരായിരിക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു പാവങ്ങളായ നാട്ടുപുറത്തുനിന്ന് വന്ന ഞങ്ങളുടെയൊക്കെ ധാരണ. പിന്നീടാണ് ഇതറിയുന്നത് യൂണിവേഴ്സിറ്റിക്കകത്ത് സ്വാധീനം ചെലുത്തി 0 ആൻസർ പേപ്പറിൽ 0-ഉം സർട്ടിഫിക്കറ്റിൽ 95-മായി മാർക്കുകൾ വാങ്ങിയ ആളുകളാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ എൻട്രൻസ് പരീക്ഷ സമ്പ്രദായം നടപ്പിലാക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും എല്ലാ കാലത്തും അഴിമതി ഉണ്ടായി. അപ്പം ഇതിന് ഇത്രയും ഒരു ശക്തമായ ഒരു ഭരണകൂടത്തിന് ഇതിനെ ചെറുക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടത്തിന് മാത്രമേ ഇത് കഴിയൂ എന്നുള്ളത്. ഇതിൻ്റെ ഒരു അല്പ ചരിത്രമാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഈ വിദ്യാർത്ഥികളുടെ സമരത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ആസാം സമരത്തിൽ നമ്മൾ കണ്ടു. 80-കളിൽ ആസാം സ്റ്റുഡൻസ് യൂണിയൻ നടത്തിയ സമരമുണ്ട്. ആ സമരത്തിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസിനും പട്ടാളം ഇറങ്ങിയിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒന്നുകിൽ അവരെ വെടിവെച്ച് കൊല്ലണം. ആ അവസ്ഥയിലേക്ക് സംഭവിച്ചു. അവസാനം സർക്കാർ കൂട്ടിപ്പോയി, തെരഞ്ഞെടുപ്പ് നടന്നു. ആസാം സ്റ്റുഡൻസ് യൂണിയൻ, ആസാം കട പരിഷത്തെന്ന പേര് അധികാരത്തിൽ വരുന്നു. അതിനവസാനം സംഭവിച്ചു. അത് പിന്നീട് വർഗീയവാദികളുടെ തീവ്രവാദികളുടെ കൈകളിലേക്ക് അത് പോയി. ഒന്നും വേണ്ട, ഇന്ന് നമ്മൾ കുറ്റം പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവം ഇന്നത്തെ BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ഇതുപോലൊരു സിവിൽ വാറിന് ശേഷം. അണ്ണാ ഹസാരെ എന്ന് പറയുന്ന കക്ഷി, ആ സമരം നയിച്ച ആള് ഇന്ന് ജീവിച്ചിരിക്കുന്നു. കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ മുസോളിനി അധികാരത്തിൽ വന്ന എങ്ങനെയാണ്? ഇതുപോലൊരു സിവിൽ വാറിന് ശേഷം, ഹിറ്റ്ലർ അടക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഇത് വളർന്നു വരണമെന്നും ഇതിലൂടെ ഒരു രാഷ്ട്രീയ തിരുത്തൽ ഉണ്ടാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ അപകടത്തിലേക്ക് പോകാവുന്ന ഒരവസ്ഥ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും ഒട്ടുമുക്കാലുമിടത്ത് നടന്നിട്ടുള്ളത് ഒരു പക്ഷേ ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള ബാക്കിയെല്ലാം എൻ്റെ അറിവിൽ ഈ സിവിൽ വാറിന് ശേഷം, സിവിൽ വാർ എന്ന് പറയുന്നത് വ്യാപകാർത്ഥത്തിലാണ്, ഈ സിവിൽ വാറിന് ശേഷം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം അധികാരത്തിലെത്തിയിട്ടുള്ളവരൊക്കെ ഒന്നുകിൽ ഏകാധിപതികളോ അല്ലെങ്കിൽ വർഗീയവാദികളോ ആയി. അപ്പൊ ഇത്തരം നടക്കുന്ന സമരത്തിനകത്ത് അങ്ങനെയുള്ള ആളുകൾ മുതലെടുക്കാതെ നോക്കേണ്ടുന്നത് ഒരാവശ്യമാണ്. അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാൻറ്റിട്ട മോഡിക്ക് പകരം മുണ്ടെടുത്തൊരു മോഡി വന്നിട്ട് കാര്യമില്ല. അവിടെ നമുക്കിത് അടിമുടി മാറിക്കൊണ്ടുള്ള ഒരു ജനാധിപത്യ ക്രമമാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. കഴിഞ്ഞ 12 കൊല്ലത്തിനകത്ത് 190-ലേറെ പരീക്ഷാ പേപ്പർ ചോർച്ചകൾ ഉണ്ടായി എന്നാണ് ഒരു ഏകദേശ കണക്ക്.
സംസ്ഥാനങ്ങളടക്കം 190-ലേറെ, ആത്മഹത്യകൾ 100-ലേറെ. ഈ സംഭവം മാത്രമേ നമ്മൾ എടുത്തു കാണിക്കുന്നു. അപ്പൊ നിരവധി സംഭവങ്ങൾ ഇതുമായി തുടർച്ചയായി ഇതിങ്ങനെ ഒരു സീരിയലായി ഇത് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഡൽഹി കേന്ദ്രീകരിച്ച് ഇത്തരം ഒരു സമരം നടന്നതുകൊണ്ടാണ് അതിന് വാർത്താ പ്രാധാന്യം വന്നത്. ഉത്തർപ്രദേശിലോ ഹിമാചൽ പ്രദേശിലോ പഞ്ചാബിലോ നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും കേരളം പോലെയുള്ള അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലേക്കൊന്നും എത്താറില്ല വാർത്തയായി. ഇതിപ്പോൾ ഭരണകേന്ദ്രത്തിൽ ഇത്തരം ഒരു മാറ്റം, ഒരു പ്രക്ഷോഭം ആരംഭിക്കുകയാണ്, വളർന്നു വരികയും ഇതിന് കാരണക്കാരനായി സുപ്രീം കോടതിയായി മാറുകയും ചെയ്തപ്പോഴാണ് ഈ കോക്രോച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ശരിക്കും രൂപപ്പെടുത്തുന്ന ഹൈക്കോടതി സുപ്രീം കോടതിയാണെന്ന് നമുക്കൊക്കെ അറിയാം. ആ നിലയിലേക്ക് ഇത് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ വാർത്താ പ്രാധാന്യം നേടിയത്. ഇവിടെ ആകെപ്പാട് നമ്മുടെ അറിവിൽ ഇന്ത്യയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഒരു പക്ഷേ ഭാഗികമായെങ്കിലും ജനാധിപത്യ ക്രമവും അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിന് ശേഷം ഒരു ജനാധിപത്യ സംവിധാനം, ഒരു ക്രമം ഇവിടെ ഉണ്ടായി വന്നത് ഒരു പക്ഷേ ജയപ്രകാശ് നാരായണൻ നയിച്ച ടോട്ടൽ റവല്യൂഷൻ എന്ന് പറയുന്ന സമ്പ്രദായത്തിന് ശേഷമാണ്. പക്ഷെ അത്തരത്തിലൊരു നേതൃ ഗുണമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യത്തെ നയിക്കാൻ അത്തരത്തിൽ ഒരു ജനാധിപത്യ വിശ്വാസവും ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതുമായ ലീഡർഷിപ്പ് ഇതിനകത്ത് നമ്മൾ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും വരുന്ന ആളുകളും അവരുടെ സ്വഭാവവും അവരിതിനകത്ത് ഇടപെടുന്ന രീതിയും ഒക്കെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ്. സമരം വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്, സമരം മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ സമരത്തിന്റെ ഔട്ട്പുട്ട് അപകടകരമാകുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ഈ സമരത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ മാനസികമായും അല്ലാതെയുള്ള പിന്തുണ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അതിലൊന്നും എനിക്ക് നമുക്ക് യാതൊരു അഭിപ്രായമില്ല. പക്ഷെ ഇത്തരത്തിലൊരു ആശങ്ക നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ആരാണ് ഇത് ഒരു പക്ഷേ ഇതിന്റെ പേരിൽ ഒരു ഗവൺമെന്റ് പറയുകയും ഇതിന് ശേഷം വരുന്ന ഒരു ഏകാധിപതിയോ ഇതിനേക്കാൾ വലിയൊരു വർഗീയവാദിയെ ആണെങ്കിൽ ആവണമെന്നില്ല, ആണെങ്കിൽ കാര്യം ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു. പഞ്ചാബിൽ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ അകാലി സംവിധാനത്തിന് പിന്തുണയ്ക്കുകയും അവർ വളർന്നു വരികയും അത് അവസാനം രാജ്യത്തിന് തന്നെ അപകടകരമായി മാറുകയും ചെയ്ത സ്ഥിതി അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് ചുക്കാൻ പിടിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അപകടകരമായ സ്ഥിതി വരുമോ എന്നൊരു ആശങ്ക കൂടി പങ്കുവെച്ചുകൊണ്ട് സമരത്തിന് എല്ലാവിധ പിന്തുണയും മനസ്സുകൊണ്ടും അല്ലാതെയും പിന്തുണയും അർപ്പിച്ചുകൊണ്ട് അത്രയുമാണ് എനിക്ക് പറയുവാനുള്ളത്. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി സാമൂഹിക പ്രവർത്തന അനിൽ ടി ക്ഷണിച്ചു. നാസ്തിക് നേഷൻ കുട്ടികളെ കൊല്ലുന്ന പരീക്ഷ എന്നൊരു വിഷയം ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വ്യക്തിപരമായി എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന രണ്ട് സംഭവങ്ങൾ, രണ്ട് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന്, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് വളർന്നത്, ജനിച്ചു വളർന്നത്. എൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടി ആ ഗ്രാമത്തിലുണ്ട്. അവിടെ നിന്നും ഈ മത്സര പരീക്ഷകൾ കുടുംബങ്ങൾ തമ്മിലുള്ള മത്സരമായി മാറിയിട്ടില്ല. കാരണം ഗ്രാമത്തിൽ ഒരുപക്ഷെ മൊത്തത്തിൽ 2-3 കുട്ടികളൊക്കെ ആയിരിക്കാം ഈ പറയുന്ന നീറ്റ് പരീക്ഷയിലൊക്കെ ഉയർന്ന റാങ്ക് വാങ്ങി വരുന്നത്. അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു മത്സരം അവിടെ ഇല്ല. പക്ഷെ അങ്ങനെയുള്ള എൻ്റെ നാട്ടിൽ പോലും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരാളുടെ മകൻ, അദ്ദേഹം ആദ്യ പ്രാവശ്യം നീറ്റ് പരീക്ഷ എഴുതി. അയാൾക്ക് BDS അഡ്മിഷൻ കിട്ടി. പിന്നീട് അയാൾ വീണ്ടും പരീക്ഷ എഴുതി. പരീക്ഷ എഴുതിയില്ല, രണ്ടാമത്തെ പരീക്ഷ അയാൾ എഴുതിയില്ല. പരീക്ഷ എഴുതുന്നതിൻ്റെ തലേ ദിവസം വെളുപ്പിന് ഈ കുട്ടിയെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാനായി മുറി തുറക്കുമ്പോൾ ഈ കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് ഈ സുഹൃത്തുക്കൾ. അപ്പോൾ അതിൻ്റെ പിന്നിൽ എത്ര വലിയ മാനസിക സംഘർഷത്തിലൂടെ ആയിരിക്കും ഈ കുട്ടി കടന്നുപോയതെന്ന് ആലോചിക്കുന്നു. രണ്ടാമത്തെ സംഭവം, ഞങ്ങളുടെ നാട്ടിൽ
ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് സൗജന്യമായി PSC കോച്ചിങ് സെന്റർ 100% സൗജന്യമായി തുടങ്ങും. നിങ്ങൾ കുറേ ആളുകളെ ചേർക്കും. ഇത് തുടങ്ങുമ്പോൾ സംഘാടകരെന്ന തരത്തിൽ ഞങ്ങൾക്കൊരു സങ്കുചിത താല്പര്യം ഉണ്ടായിരുന്നു. താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ PSCയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും കാണുകയും ഒരുപക്ഷെ നമുക്ക് എടുക്കുകയും ചെയ്യാം. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തെ പറ്റിയും ഭൂമിശാസ്ത്രത്തെ പറ്റിയും രാഷ്ട്രീയ താല്പര്യത്തെ പറ്റി ഭയങ്കര അറിവ് നമുക്ക് നേടാം, കേൾവിക്കാർക്ക് നേടാം എന്നുള്ള ഒരു ആഗ്രഹം കൂടി പങ്കുവെച്ചിട്ടാണ് ഞങ്ങൾ ഈ ക്ലാസ് തുടങ്ങുന്നത്. അത് ഉദ്ഘാടനമൊക്കെ ഈ പറയുന്ന പോലെ കേരള ചരിത്രത്തിൽ ധാരണയൊക്കെയുള്ള ആളുകളെയൊക്കെ കൊണ്ടൊക്കെ ചെയ്യിച്ചു. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ചില ക്ലാസ്സുകളൊക്കെ എടുത്തു. പിന്നീട് വിദഗ്ധരെ അടുത്ത ദിവസം മുതൽ ഞങ്ങൾ വരും. വളരെ സ്മാർട്ടായ ചെറുപ്പക്കാർ കൊല്ലം നഗരത്തിൽ നിന്നാണ് അവർ വരുന്നത്, ടീമാണ് വരുന്നത്. വളരെ ചെറിയ ഫീസിൽ ഞങ്ങൾ വണ്ടിക്കൂലി മാത്രം വാങ്ങി ഒരു സേവന തരത്തിൽ അവർ വന്ന് ക്ലാസ്സിലെടുക്കും. ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ പങ്കുവെക്കുന്ന വിജ്ഞാനം ഇതൊരു ജ്ഞാനമാണോ, വെറും ജ്ഞാനമാണോ, അതോ ഇതൊന്നുമല്ലയോ എന്ന് തോന്നിപ്പിക്കുന്നതനുസരിച്ച് സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നമ്മൾ കേരളത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്, ഇന്ത്യയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്, ലോകത്തെ പറ്റി അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ അടർത്തി മാറ്റി ചില തന്ത്രങ്ങളിലൂടെ, ടാക്ടിക്സിലൂടെ ഓർത്തിരിക്കാൻ കഴിയുന്ന ക്യാപ്സ്യൂളാക്കി കൈകാര്യം ചെയ്യില്ല. ഞങ്ങളുടെ ക്ലാസ് 3-4 വർഷം മുമ്പ് പോയി. കുറച്ച് കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഗുണം ലഭിച്ചു. പക്ഷേ ആ ക്ലാസ്സിൻ്റെ സാക്ഷികളാകാൻ ഞങ്ങൾ പിന്നീട് ക്ലാസ് അടക്കം അങ്ങോട്ട് പോയില്ല. ക്ലാസ് തുടങ്ങുമ്പോൾ ഞങ്ങൾ വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കും. ക്ലാസ് തീരാൻ നേരം ഇത് കഥകളൊക്കെ അടയ്ക്കാൻ പോകും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ മത്സര പരീക്ഷാ സംവിധാനത്തിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ജൈവികതയില്ലായ്മ ബോധ്യപ്പെട്ട 2 സംഭവങ്ങളാണ്. ഇനിയും ഈ സമകാലീന സംഭവത്തിലേക്ക്, ഇപ്പം നീറ്റ് പരീക്ഷയിലേക്ക് തന്നെ വന്നാൽ, കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. നമുക്ക് രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മൊത്തം കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ നമ്മൾ മാറ്റിവെക്കുന്നത് GDPയുടെ 4% മാത്രം. വളരെ ചെറിയ തുകയാണ്. കേന്ദ്ര സർക്കാരാണെങ്കിൽ 1.32 ലക്ഷം കോടി രൂപ മാറ്റിവെക്കും. അത് നമ്മുടെ ബജറ്റ് കണക്കാണ്. പക്ഷെ നീറ്റ് എന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഏതാണ്ട് ഇപ്രാവശ്യം 20 ലക്ഷത്തോളം കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. രജിസ്റ്റർ ചെയ്തവർ അതിൽ കൂടുതലാണ്. ഇങ്ങനൊരു പരീക്ഷയുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് 1.35 ലക്ഷം കോടി രൂപയാണ് ആ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കുടുംബങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നതിനുള്ള കണക്ക് വളരെ ഞെട്ടിപ്പിക്കുന്നത്. ഇതൊരു ഭാഗം. അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്നവരാല്, അത് പരീക്ഷിക്കപ്പെടുന്നവരുടെ സാമ്പത്തിക സ്ഥിതി എന്ത്, അതുണ്ടാക്കുന്ന അവരുടെ മറ്റൊട്ടേറെ സംഘർഷങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നിൽക്കട്ടെ. ഇനി ഈ പരീക്ഷയുടെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ നീറ്റ് പരീക്ഷയുടെ പ്രവേശന സാധ്യത എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ MBBS, BDS, വെറ്ററിനറി അല്ലെങ്കിൽ ആയുഷ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വർഷം പരമാവധി 1,95,000 ഇടങ്ങളിലേക്കാണ് കുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അതിലേക്കാണ് ഏതാണ്ട് 20-22 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. എന്നാൽ ആകെ കുട്ടികൾ പരീക്ഷ എഴുതുന്നു. അവരെല്ലാവരും ഒരുപക്ഷെ MBBS തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അതിൻ്റെ എണ്ണം 1,35,000 മാത്രമാണ്. എന്നാൽ ഈ പരീക്ഷയിൽ യോഗ്യത നേടുന്നവരുടെ എണ്ണം അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 7.5 ലക്ഷമാണ്. നമുക്ക് പരീക്ഷ എഴുതുന്നു, യോഗ്യത ഏതാണ്ട് 7.5 ലക്ഷത്തോളം കുട്ടികൾക്ക് ലഭിക്കുന്നു. പക്ഷേ മൊത്തം പ്രവേശന സാധ്യത 2 ലക്ഷത്തിന് താഴെയാണ്. ഇവിടെയാണ് ഒരു പരീക്ഷ തന്നെ നടത്തി മറ്റൊരു തരത്തിൽ, ഞാൻ പരീക്ഷയുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൊള്ളയും ഈ പറയുന്ന ദുരൂഹതകളുമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഫലം വന്നതിന് ശേഷമുള്ള തട്ടിപ്പ് ആണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം നമ്മുടെ കൂടെ ഉണ്ടാവും. ശ്രീ പ്രസാദ് സോമരാജന്റെ കുടുംബത്തിൽ നിന്ന് കുട്ടി, അവർ പഠിക്കുന്നത് ഒരു മെഡിക്കൽ കോളേജിലാണ്. വാർഷിക ഫീസ് 25,000 രൂപ.
MBBS വാർഷിക ഫീസ് 25,000 മാത്രം വാങ്ങുന്ന, അത് വളരെ കൂടുതലാണ്. എങ്ങനെ തട്ടിച്ചു നോക്കിയാൽ, പഴയ കാലവുമായി തട്ടിച്ചു നോക്കിയാൽ. അതുകൊണ്ട് 80കളിൽ ഒരു വർഷത്തെ MBBS ഫീസ് 470 രൂപ, 500 രൂപയായിരുന്നു ഒരു വർഷം. അതിപ്പോൾ 25,000. എന്നാൽ ഇതേ MBBS പ്രവേശനം നീറ്റ് പരീക്ഷയിലൂടെ നേടുന്ന മറ്റൊരു കുട്ടി ഈ ഫീസിന്റെ 40 ഇരട്ടി, 10 ലക്ഷം കൊടുത്തിട്ട് പഠിക്കുന്നു. അപ്പോൾ ഒരേ പരീക്ഷ എഴുതുന്നു, പരീക്ഷയിൽ യോഗ്യത നേടുന്ന ഒരു കുട്ടിയുടെ ഫീസിന്റെ 40 ഇരട്ടി. അപ്പോൾ മൊത്തത്തിൽ ഈ പ്രവേശന പരീക്ഷയുടെ വൈകൃതം നമ്മളെ വല്ലാതെ വേട്ടയാണ്. ഇതൊരു യാഥാർത്ഥ്യം, അതവിടെ നിൽക്കട്ടെ. ഞാനിത് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ രാജ്യം എടുക്കുന്ന പൊതു നിലപാടുകൾ ഏതാണ്ട് 90% അനാരോഗ്യകരമാണ്. അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എന്ന് പറഞ്ഞ് ആശ്രയിക്കാൻ പറ്റില്ല. നോക്കൂ, എല്ലാവർക്കും തുല്യമായ പഠിക്കാനുള്ള അവസരമെങ്കിലും ഒരു രാജ്യത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തെ പറ്റി പറയുമ്പോൾ, രാജ്യത്ത് ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ചിന്തിക്കാനും ഓർമ്മശക്തി നിലനിർത്താനും നടക്കാനും ഓടാനും ഉതകുന്ന മിനിമം ന്യൂട്രീഷ്യസ് ഭക്ഷണമെങ്കിലും തുല്യമായി പങ്കുവെക്കാത്ത ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറയുന്ന സമത്വ സുന്ദരമായ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത്. ഇത് വളരെ ഗൗരവതരമായ പ്രശ്നം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ മറ്റു രാജ്യങ്ങൾ, ഒരു രാജ്യത്തെയും നമുക്ക് മറ്റൊരു രാജ്യവുമായി തട്ടിച്ചു നോക്കാൻ കഴിയില്ല. ഒരു കാര്യം മാത്രം വസ്തുതയാണ്, ലോകത്തിലുള്ള എല്ലാ ഹോമോസാപ്പിയൻസിന്റെയും ബൗദ്ധികമായ നിലവാരം തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഏകദേശം ഒരു റേഞ്ചിലായിരിക്കും. അങ്ങനെയിരിക്കെ മറ്റു പല രാജ്യങ്ങളും, അപ്പോൾ പേര് പറയുന്നതുകൊണ്ടൊരു പ്രശ്നമുണ്ടെങ്കിലും പറയാം. ഉദാഹരണം അതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. ഇപ്പോൾ ഫിൻലാൻഡ് വളരെ വ്യത്യസ്തമായ രാജ്യമാണ്. സിംഗപ്പൂർ വളരെ വ്യത്യസ്തമായ രാജ്യമാണ്. ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അവർ ഇത്തരം രീതികൾ, അമേരിക്ക എങ്ങനെയാണ് അവർ പരിശോധിക്കുന്നത്? ഞാനത് ഫിൻലാൻഡ് പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ഫിൻലാൻഡിനെ ഒരു മാതൃകയാക്കുമ്പോൾ അവർ എങ്ങനെയാണ് ഈ പരീക്ഷകൾ നടത്തുന്നത്? പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഏതെങ്കിലും ഒരു പരീക്ഷ നടത്തി ആളുകൾക്ക് യെസ് ഓർ നോ കൊടുക്കുന്ന രീതി അവർ അവലംബിക്കാറില്ല. ആ കുട്ടികളുടെ തുടർ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അവരുടെ അഭിരുചികളെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഡെൻമാർക്കിലാണെങ്കിൽ അവർ പരീക്ഷ നടത്താറുണ്ട്, പക്ഷേ നിർബന്ധമായും ഏറ്റവും കുറഞ്ഞ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാകുന്ന തരത്തിലായിരിക്കും അവർ പരീക്ഷ നിർബന്ധമാണ്. മറ്റൊന്ന് ഹോളിസ്റ്റിക് അസസ്മെന്റ്. ഹോളിസ്റ്റിക് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ സഹകരിക്കുന്ന മുഴുവൻ ആളുകളുമോട് ആ കുട്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പരിശോധിക്കാനുള്ള ഒരു പൊതു സംവിധാനത്തിലൂടെയാണ് ആ കുട്ടിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും പഠന മികവ് പോലും പരിശോധന വിദ്യമാക്കുന്നത്. ഹോളിസ്റ്റിക് അസസ്മെന്റ്. ആക്റ്റീവ് ലേണിംഗ്, ഇവിടെയാണ് സിംഗപ്പൂരുമായി ഒത്ത് നമ്മൾ പറയേണ്ടത്. സിംഗപ്പൂരിൽ ടീച്ച് ലെസ് ലേൺ മോർ എന്നൊരു ദർശനമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആക്റ്റീവ് ലേണിംഗ്, പഠനം നമ്മൾ ഉദ്ദേശിക്കുന്നത് കസേരയിൽ ഇരുന്നല്ല, നടന്നും ഓടിയും കയറിയും ഒക്കെയാണ് പഠിക്കുന്നത്. ഈക്വൽ ട്രീറ്റ്മെന്റ് വളരെ പ്രധാനമാണ്. പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, ഇതിനകത്ത് ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ, എനിക്ക് നേരിട്ടറിയാം. കാരണം അവിടങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ചില കുട്ടികളുണ്ട്, അത് വിദേശത്തു നിന്നൊക്കെ വരുന്നവരുടെ മക്കൾ, അവർക്ക് വ്യത്യാസമാണ്. മറ്റു ബാക്കി എല്ലാവർക്കും ഒരേ തരം വിദ്യാഭ്യാസം, ഒരേ തരം സാമൂഹ്യ പശ്ചാത്തലത്തിൽ കൊടുക്കാൻ ബോധപൂർവമായി ശ്രമിക്കുന്ന ഒരിടത്താണ് അവിടെ ഇത്തരം പരീക്ഷകളും പരീക്ഷണങ്ങളും നടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കൂ, നമ്മുടെ ഈ പരീക്ഷണം നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ദുരന്തം. സുപ്രീം കോടതി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് സൂയിസൈഡ് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പരീക്ഷാ സംബന്ധിയായി ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2024 ഏതാണ്ട് 14,500 ശിഷ്ടം കുട്ടികൾ ഇന്ത്യയിൽ പരീക്ഷാ സംബന്ധിയായ പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്തു.
അത് 2012 തട്ടിച്ച് നോക്കിയാൽ 98% വർധനവുണ്ടായി. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഒന്ന് പൊതുവെ നമ്മുടെ ഇന്ത്യൻ പൊതുസമൂഹം വെച്ച് പുലർത്തുന്ന വിഷയങ്ങളോടുള്ള ഒളിച്ചോട്ടം. അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഏത് വിഷയങ്ങളെയും സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിലയിരുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ. മറ്റൊന്ന്, വിദ്യാഭ്യാസ രംഗം സമ്പൂർണമായും സമത്വബോധത്തോടെ ആയിരിക്കണം, ശാസ്ത്രയുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അത് തൊഴിൽ കണ്ടെത്താനുള്ള പല മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് വിദ്യാഭ്യാസം എന്നും സാമൂഹ്യ പ്രതിബദ്ധതയും ലോകത്തെ മുഴുവൻ അറിയുവാനുമുള്ള ഒരു പൊതുവീക്ഷണം വളർത്തിയെടുക്കലാണ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. ഇതൊന്നും മറ്റു മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു നെഗറ്റീവ് നിലപാട് ഇവിടെയും അതിശക്തമായി കൊണ്ടിരിക്കുന്നു. അതിൽ കുട്ടികളിൽ ഉണ്ടാക്കിയ ഉത്കണ്ഠയും അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ സാധ്യതയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്ത്യയിലെ ആളുകൾ എന്തുകൊണ്ടാണ് തൻ്റെ മക്കളെ MBBS-നോ എഞ്ചിനീയറിങ്ങിനോ ഇത്തരം മത്സര പരീക്ഷകൾക്കോ നിർബന്ധമായും വിടാൻ താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഭാവി ഇവിടെയാണ് പ്രശ്നം. തൊഴിലെടുക്കുന്ന മേഖലകളിൽ 90% ആളുകളും അസംഘടിത മേഖലയിൽ ഒരു അവകാശവുമില്ലാതെ പണിയെടുക്കാൻ നിർബന്ധിതമാവുകയും അതുകൊണ്ട് തന്നെ അവരുടെ ഭാവി 100% കരിപിടിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ യൂറോപ്പിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ തമ്മിലുള്ള വരുമാനത്തിൻ്റെ അന്തരം, സുരക്ഷിതത്വ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ പറയുന്ന കഴുത്തറുപ്പൻ മത്സരങ്ങളിലേക്ക് കുട്ടികളോ രക്ഷകർത്താക്കളോ പോകാതെ തരത്തിൽ ആരോഗ്യകരമായ മത്സരങ്ങളിലേക്ക് നിർബന്ധം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിലെ തിരിച്ചടി, സാമൂഹ്യ സുരക്ഷിതത്വം, പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, അതുകൊണ്ട് ഭാവി, എൻ്റെ ഭാവി, എനിക്ക് ഓട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് നല്ല ഫുട്ബോളറാകാൻ കഴിഞ്ഞില്ല, എനിക്കൊരു ഡോക്ടറാകാൻ കഴിഞ്ഞില്ല, എനിക്ക് നല്ല കാശ് വാങ്ങി കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എൻ്റെ മോളെയോ മോനെയോ കൊണ്ട് ഞാൻ ഇതൊക്കെ നേടും എന്ന് പറയുന്ന സങ്കുചിത വിഷയങ്ങളിലേക്ക് എത്തുമ്പോഴാണ് വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറുന്നത്. അതിനെ ചരക്കാക്കി കൈമാറാൻ ഭരണകൂടം, ഭരിക്കുന്നവർ, മന്ത്രിമാർ കാണിക്കുന്ന മിടുക്കാണ് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ബഹുമാനപ്പെട്ട സ്നേഹിതരെ, ഞാൻ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരു 50, 60, 70 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആന, ഒരു സിംഹം, ഒരു കടുവ, ഇന്നത്തെ ഒരു ആന, സിംഹം, കടുവ തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? പ്രകടമായോ പരോക്ഷമായോ ഒരു വ്യത്യാസവും കാണില്ല. പക്ഷേ 50, 60, 70 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യന് ഇന്നത്തെ മനുഷ്യരും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ മനുഷ്യരാണോ ഇന്നത്തെ മനുഷ്യൻ? അന്നത്തെ മനുഷ്യനല്ല ഇന്നത്തെ മനുഷ്യൻ. എന്തുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ കഴിയുന്നു? അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമലക്ഷ്യം കിടക്കുന്നത്. മനുഷ്യരൊഴികെ മറ്റു ജന്തുക്കൾ ആരും സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, കോളേജുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നും തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത്
അവരുടെ അനന്തര തലമുറയെ പഠിപ്പിക്കുന്നില്ല. മനുഷ്യൻ അത് പഠിപ്പിക്കുന്നു, മനുഷ്യൻ മാത്രം പഠിപ്പിക്കുന്നു. അതിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ഒന്നേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യം. ഞങ്ങൾ ഈ തലമുറ, ഞങ്ങളുടെ തലമുറ ആർജിച്ച വസ്തുതകൾ, അറിവുകൾ, വിജ്ഞാനങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ പകർത്തുന്നു, പകർന്നു കൊടുക്കുന്നു. നിങ്ങൾ അവിടെ നിന്നും തുടങ്ങണം. അല്ലാതെ മറ്റു ജന്തുക്കളെ പോലെ ആദ്യം മുതലേ തുടങ്ങി വീണ്ടും അവസാനിപ്പിച്ച് വീണ്ടും ആദ്യമേ തുടങ്ങി അവിടെ അവസാനിപ്പിക്കുന്ന പ്രക്രിയയല്ല. മറിച്ച് ഞങ്ങൾ നിർത്തിയിടത്ത് നിന്ന് നിങ്ങൾ ആരംഭിക്കണം. നിങ്ങൾ നിർത്തുന്നിടത്ത് നിന്ന് അടുത്ത തലമുറ ആരംഭിക്കണം. ആ വ്യത്യാസമാണ് 50, 60, 70 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യര് ഇന്നത്തെ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരാണ്. ആ വിദ്യാഭ്യാസം, വിജ്ഞാനം പകർന്നങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആരാണോ വിദ്യാർത്ഥികൾ അവർ തമ്മിൽ മത്സരിക്കാനുള്ള പ്രക്രിയയല്ല. മാത്രവുമല്ല, ഈ വിദ്യാഭ്യാസം മലവെള്ളപ്പാറ്റിൽ പോലെ അനന്തര തലമുറയുടെ തലയ്ക്കകത്തേക്ക്, ബ്രെയിനിലേക്ക് ഇടിച്ചിറക്കി കൊടുക്കാനുള്ള ഉരുപൊട്ടലല്ല, മറിച്ച് ഇൻസ്റ്റിൽ ചെയ്യേണ്ടതാണ്. സാവകാശം ഇൻസ്റ്റിൽ ചെയ്യേണ്ടതാണ്. തുള്ളിയായി ഇറ്റിച്ചു കൊടുക്കേണ്ടതാണ്. ഇന്നത്തെ പോലെ ഓരോരോ വിഷയം കൊണ്ടുവന്ന് അടിച്ചോണ്ടാ, വീട്ടിൽ പോയി അത്രയും ചെയ്തോണ്ടാ, ഇവിടെ വെച്ച് ഇത്രയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മലവെള്ളപ്പാച്ചിൽ നടത്തേണ്ട ഒരു സംഗതിയല്ല വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം എങ്ങനെ, ഏത് വിധം, അതാണ് അടുത്ത ചിന്ത. ഇത് സമ്പൂർണമായും ഒരു സ്റ്റേറ്റ് അഫയറാണ്. മാതാപിതാക്കളിലോ സുഹൃത്തുക്കളിലോ ആ വിദ്യാർത്ഥികളുടെ സ്വന്തം തലയിലോ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു പ്രക്രിയയല്ല. മറിച്ച് സമ്പൂർണമായും ഫ്രം എ ടു ഇസഡ് ആരുടേതാണ് ചുമതല? സ്റ്റേറ്റിൻ്റെതാണ്. അങ്ങനെ നടത്തുന്ന വിദ്യാഭ്യാസമാണോ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ? കേരളമാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യ, ലോക രാജ്യങ്ങളിൽ വെച്ച് അഭിലഷണീയമായതും വളരെ ശാസ്ത്രീയമായതുമായ സമീപനം യൂറോപ്പിലാണ് നമുക്ക് കാണാൻ കഴിയും. അവിടെ 14 വയസ്സ് വരെ ക്ലാസ്സല്ല, 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. സ്റ്റേറ്റിന്റെ പണം മുടക്കാണ് ഫുൾ. അവസാനം 1 വർഷമോ 2 വർഷമോ, അവസാനത്തെ ഹയർ സെക്കൻഡറിയുടെ അവസാനത്തെ വർഷം അവനവന് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക, ആഗ്രഹം പ്രകടിപ്പിക്കുക, എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ പ്രകടിപ്പിച്ചാൽ മതി. ആ വിഷയം പഠിപ്പിച്ചോ, യാതൊരു നിയന്ത്രണങ്ങളോ സമ്മർദ്ദമോ അവിടെ ഇല്ല. തമ്മിൽ മത്സരിപ്പിക്കുക, കുട്ടികളെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രക്രിയയില്ല. ഞാൻ യൂറോപ്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഏജൻസീസിന്റെ എല്ലാവിധ എ മുതൽ ഇസഡ് വരെയുള്ള പഠനങ്ങൾ വെച്ചുകൊണ്ട് അവരാണ് ഈ പഠനങ്ങളെല്ലാം നടത്തുന്നത്. വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മാത്രമല്ല, 1-2 തവണ കാണാൻ, ഇതൊക്കെ കണ്ടു പഠിക്കാൻ അവസരമുണ്ടാകും. അവിടുത്തെ അവസാനത്തെ വർഷത്തെ 1, 1.5, 2 വർഷം, ഇറ്റ് ഡിപ്പെൻസ്. അവനവന് ഇഷ്ടമുള്ള സബ്ജക്റ്റാ പഠിക്കുക. ആ പഠിപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ള ചുമതല അവനവൻ്റേതല്ല, കുട്ടികളുടേതല്ല, സാമൂഹ്യ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കയ്യിലാണ്.
സ്വയം ഈ കുട്ടികൾ അവനവൻ പഠിച്ച ആഗ്രഹിച്ച ജോലി പഠിച്ചതിനനുസരിച്ചുള്ള ജോലി ലഭ്യമായില്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ ഉദ്യോഗസ്ഥന് മാത്രം സമീപിച്ചാൽ മതി. വെറുതെ ഒരു പേപ്പറിൽ ഒരു കാർഡനോ എഴുതിയ കിട്ടാം. അദ്ദേഹം വീട്ടിൽ വന്ന് വിളിച്ച് പണി കൊടുക്കും. അതാണ് ശാസ്ത്രീയവും സ്റ്റേറ്റ് അണ്ടർടേക്കിങ്ങിലും ഉള്ള വിദ്യാഭ്യാസത്തിൻ്റെ പരിണാമം. അവിടെ തൊഴിലില്ലായ്മയൊന്നും ആക്കില്ല. എനിക്കറിയാവുന്ന ജോലി അല്ല ഞാൻ ചെയ്യുന്നതെന്നുള്ള തോന്നലും വരില്ല. തമ്മിൽ ഒരു മത്സരം. ഈ ലെവലിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ശില കെട്ടിപ്പടുത്തില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസവും വിദ്യാർത്ഥികളായി വരുന്ന അനന്തര തലമുറകളുടെ അനാശാസ്യമായ തകർച്ചയും ഈ നീറ്റിന്റെയും മറ്റുമൊക്കെ പേപ്പർ ലീക്കാവുന്നതിന്റെ പിന്നിലുള്ള ഒരേ ഒരു സംഗതി പരസ്പരം മത്സരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. 10th സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്, 12th അങ്ങനെയാണ്, ഡിഗ്രി ക്ലാസ്സുകളെല്ലാം അങ്ങനെയാണ്. പരസ്പരം മത്സരിക്കുക. പരസ്പരം മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കാടത്തരമാണ്. മൈൻഡ് ഈസ് റൈറ്റ്. അതുപോലെ ബ്രെയിൻ പവർ വേഴ്സസ് ബ്രെയിൻ പവർ, അത് ആശാസ്യമായ ഒരു പ്രക്രിയയല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിനോ രാജ്യത്തിനോ പറ്റിയതോ യുക്തമായതോ ആയ ഒരു പ്രതിഭാസമല്ല. പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതി ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്നത് ഓരോരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശേഷിയും കഴിവും ആർജവും അതുപോലുള്ള ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചു. ആ വ്യത്യാസത്തിൽ പ്രകൃതിയുടെ നിർമ്മാണ പ്രക്രിയയ്ക്ക് കടയ്ക്ക് കത്തിവയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിസരം. അതൊഴിവാക്കി എല്ലാവർക്കും ഒരുപോലെ, കുട്ടികളെല്ലാവരും സമന്മാരാണെന്നും ഞങ്ങളെപ്പോലെ സ്വതന്ത്രരാണെന്നും ഓരോ തലമുറയ്ക്കും തോന്നുകയും ആ തലമുറ ആർജിച്ച അറിവുകളും വസ്തുതകളും വിജ്ഞാനങ്ങളും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് അനന്തര തലമുറയോട് ചെയ്യാനിരിക്കുന്ന ഏറ്റവും വലിയ. അടുത്ത് സംസാരിക്കുന്ന അധ്യാപകനും വിദ്യാഭ്യാസ പ്രവർത്തനവുമായ ഡോക്ടർ ജയകുമാറിനെ ക്ഷണിച്ചു. അധ്യാപകനുമല്ല, വിദ്യാഭ്യാസ വിലക്ഷണനുമല്ല, വിദ്യാഭ്യാസത്തോട് താല്പര്യമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10-40 വർഷമായിട്ട് എന്നെക്കാട്ടും കഴിവുള്ളവരാണ് ഇരിക്കുന്ന എല്ലാവരും. ഇവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ട് എല്ലാം നല്ലതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോഴടക്കുന്ന സമരത്തിന് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ആ സമരം ഇന്നത്തോടുകൂടി തീരുമെന്ന് വിചാരിച്ചു, പക്ഷെ തീർന്നിട്ടില്ല. ചർച്ചയെല്ലാം കഴിഞ്ഞ് മന്ത്രിമാർ പുറത്തേക്ക് വന്ന് നമ്മുടെ ഗവൺമെൻറ് ജനറൽ പാർട്ടിയുടെ ആൾക്കാർ പുറത്ത് വന്ന്, പക്ഷെ അതിൽ 2 തീരുമാനങ്ങളെ ആയിട്ടുള്ള, പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആയിട്ടില്ല. അതായത് മന്ത്രി രാജിവെക്കുമെന്നുള്ള ഒഴിച്ച് ബാക്കിയെല്ലാം ഏതാണ്ട് സമ്മതിച്ച് ഇങ്ങേറ്റം കോമ്പൻസേഷൻ കൊടുക്കാമെന്നും പറഞ്ഞു. അതെല്ലാം നല്ലത്, അതവിടെ ഇരിക്കട്ടെ. ആ സമരത്തിൻ്റെ ഇടയിലേക്ക് പലരും കയറിയിട്ടുണ്ട്. പല ആൾക്കാരും, കുറേ ആൾക്കാർ വാളും പിടിച്ചുകൊണ്ടൊക്കെയാണ് പോയത്. എല്ലാം നല്ലതോ ചീത്തയൊന്നും എനിക്കറിയില്ല. ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ സമരമെന്നും അറിയില്ല. പക്ഷേ ഏതായാലും DK പോലെ ഒരു നല്ലൊരു നേതാവ് അവർക്കുണ്ട് എന്നുള്ളതാണ് അല്പമെങ്കിലും ആശ്വാസം. ഇവിടെ നമ്മൾ ഈ പരീക്ഷകളെ കുറിച്ച് പറയാൻ നേരത്തെ ഇവിടെ തന്നെ ഇരിക്കുന്നവരുടെ എത്ര പേര് സ്വന്തം മക്കളെ ഇതുപോലുള്ള കോച്ചിങ് സെന്ററുകളിൽ വിട്ടിട്ടുണ്ട്?
അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ എത്ര പേര് ഇതുപോലുള്ള കോച്ചിങ് സെന്ററുകൾ വിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. അവിടെ നിന്ന് വേണം നമ്മളിൽ ഒരു മാറ്റം ആദ്യം വന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഇപ്പം എൻ്റെ സുഹൃത്ത് അനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്ത് പല രീതിയിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. ഇദ്ദേഹം പറഞ്ഞ് യൂറോപ്പിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അതിലെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞ് പ്രതിപാദിക്കുകയുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, അനിൽ അതിനോട് ആദ്യകാലങ്ങളിലൊക്കെ എതിർത്തിരുന്ന്, പക്ഷെ ഇപ്പം അതിൻ്റെ സമീപനം എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഗ്രേറ്റ തുംബർഗ് എന്നൊരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുംബർഗ് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റാണ്. കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന പെൺകുട്ടി. അന്ന് അവൾക്ക് 12-13 വയസ്സേ ഉണ്ടായിരുന്നു. അന്ന് അനിൽ എതിർത്തിട്ട് പറഞ്ഞ് അവളുടെ പുറകിൽ അവളെ ഫണ്ട് ചെയ്യുന്നത് ഇന്നാലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ കുട്ടി തന്നെ 18 വയസ്സ് കഴിഞ്ഞപ്പം പാലസ്തീൻ ജനതയ്ക്ക് ഭക്ഷണം എത്തിക്കാനും മരുന്ന് എത്തിക്കാനും വളരെയേറെ റിസ്കിൽ ഒരു ഫ്ലോട്ടിലയിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ അവരെ പിടിച്ചകത്തിടുകയും ക്രൂരമായിട്ട് മർദ്ദിക്കുക പോലും ചെയ്ത് IDF എന്ന് പറയുന്ന ഇസ്രേലി ഡിഫൻസ് ഫോഴ്സ്. അപ്പൊ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ, എൻ്റെ മാസികയിൽ ഈ കുട്ടിയുടെ ജീവചരിത്രം എനിക്ക് എഴുതാനൊരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അത് എന്നോട് പറഞ്ഞൊരു വാക്കിതാണ്, എന്നെ വിറ്റ് കാശാക്കരുത്. നിങ്ങൾ വസ്തുതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എഴുതുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എന്നെ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഒരു സാധനമാക്കരുത്. അപ്പൊ ഞാൻ ആ കവറിൽ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെയാണ് അതിൻ്റെ ഫുൾ സ്റ്റോറി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയിൽ നിന്ന് സ്വീഡിഷ് ലാംഗ്വേജിൽ വാങ്ങിക്കുകയും അത് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ ഇന്ത്യ ഫോർവേഡ് ഇട്ടു. എന്തുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഈ കുട്ടി എല്ലാ ആഴ്ചയും ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ സ്കൂളിൻ്റെ പുറത്ത് സമരത്തിനിരിക്കുമായിരുന്നു ഈ കാലാവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ അറിയാൻ വേണ്ടി. ആദ്യം 1-2 പേര് മാത്രമേ ഈ കുട്ടിയുടെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് അത് 25,000, 25,000 1,00,000 ഒരുപാട് പേര് ഈ കുട്ടിയുടെ ചുറ്റിനും വന്ന് ഈ സമയമൊന്നും കുട്ടി സ്കൂളിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് ആ സ്വീഡിഷ് മോഡൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ അവസാനം ഞാൻ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കൊന്ന് അയച്ചു തരണം, വർഷത്തിലെ പരീക്ഷ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണമെന്നോ. അതെനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് അയച്ചത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അതിലെ ചോദ്യങ്ങൾ മുഴുവൻ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച്. ഇംഗ്ലീഷിലുള്ള ചോദ്യ പേപ്പർ ആയാലും കണക്കിലുള്ളതായാലും ഒന്ന് ആലോചിച്ച് പോകണം. നമ്മൾ സയൻസ് മറ്റ് സബ്ജക്ട്സ് ആയാലും കാലാവസ്ഥ വ്യതിയാനം നമ്മളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അത് അര പാരഗ്രാഫുകൾ എഴുതണമെന്നില്ല, ആ കുട്ടിക്ക് അറിയാവുന്ന രീതിയിൽ എഴുതിയാൽ മതി. ഈ സമ്പ്രദായം നിങ്ങൾ എവിടെ കാണും? സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. കോവിഡ് കാലത്ത് നമ്മൾ പരിശോധിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ലോകത്ത് എമ്പതി എന്ന് പറയുന്ന സാധനം കോഴ്സ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക രാജ്യം ഡെൻമാർക്കാണ്. അത് കണ്ടാൽ പിന്നെ സ്വീഡനും ഫിൻലൻഡും ഒക്കെ ചെയ്ത. ഫിൻലൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷന് ബെസ്റ്റാണ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റാണ്. കുട്ടികൾ വെറുതെ ടെക്സ്റ്റ് ബുക്ക് കാണാപാഠം പഠിക്കുന്ന ഒന്നുമല്ല അവിടുത്തെ രീതി. അവരുമായിട്ടെല്ലാം ഇവിടെ എനിക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടി നമ്മുടെ വക്കം മൗലവി ഫൗണ്ടേഷൻ. അപ്പൊ അവരുടെ ആൾക്കാർ വന്നപ്പോഴാണ് ഞാൻ ഇതെല്ലാം മനസ്സിലായത്. കോവിഡ് കാലത്ത് സ്വീഡൻ ലോക്ക്ഡൌണിൽ പോയില്ല. മറ്റു രാജ്യങ്ങളെല്ലാം മിലിറ്ററിയും പോലീസിനെ ഉപയോഗിച്ച സമയത്ത് അവർ ഹെൽത്ത് വർക്കേഴ്സിനെ മാത്രമേ ഉപയോഗിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ഹെൽത്ത് വർക്കേഴ്സിനെ ഉപയോഗിച്ച ഒരു രാജ്യമല്ല, ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളമാണെന്ന് എനിക്ക് പറയുന്നത്. ഒരളവ് വരെ കേരളം തന്നെ. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ അവർ ലോക്ക്ഡൌണിൽ പോലും എതിർത്തുന്നുള്ളതാണ്. ലോക്ക്ഡൌണിനെ എതിർത്തിട്ട് അവർ പറഞ്ഞെന്താ, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ.
കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? പേഴ്സണൽ ലിബർട്ടിയാണ്. അതൊരിക്കലും ഹനിക്കാൻ പാടില്ല. അപ്പം ആ രീതിയിൽ മുന്നോട്ട് പോയ രാജ്യങ്ങളാണ്. ഡെൻമാർക്കാണെങ്കിൽ ഒരു ചുവട് കൂടി മുന്നോട്ട് പോയി. എന്താണ്? ഓൺലൈൻ പരീക്ഷ തുടങ്ങിയെങ്കിലും ആ ഓൺലൈൻ പരീക്ഷ തന്നെ അവർ വേണ്ടെന്ന് വെച്ച്, ഓൺലൈൻ പരീക്ഷയല്ല, ഓൺലൈൻ ക്ലാസ്സുകൾ വേണ്ടെന്ന് വെച്ച്. കാരണം എന്താ? എപ്പോഴും ടീച്ചറിൻ്റെ ഒരു പ്രസൻസ് വേണമെന്ന് അവർ കണ്ടെത്തി. നമ്മുടെ ഇവിടെ എന്ത് ചെയ്ത് ഓൺലൈൻ മാത്രമാക്കി അവസാനം നമ്മുടെ ചെറുപ്പക്കാരെ, കൊച്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ നമ്മൾ വഴി തെറ്റിക്കുകയാണ് ചെയ്തത്. കാരണം അവർ സ്ക്രോൾ ചെയ്യാൻ നേരത്ത് അവർക്ക് വേണ്ടാത്ത പലതും സ്ക്രോൾ ചെയ്യാൻ നേരത്ത് കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ സ്പോട്ടിൽ ഞാൻ നിൽക്കാൻ നേരത്ത് എനിക്കറിയാം, 10ലും 8ലും ഒക്കെ പഠിക്കുന്ന എത്ര കുട്ടികളാണ് അവിടെ വന്ന് ഈ ലഹരി പദാർത്ഥങ്ങൾ അവിടുന്ന് വാങ്ങിച്ച് അവിടെ ഇരിക്കുന്നവരാണ് അത് വിൽക്കുന്നത്. മിക്കതും ഇത് വിൽക്കുന്ന ലോട്ടറി കച്ചവടം നടത്തുന്നവരാണ്. നടന്നുകൊണ്ട് ലോട്ടറി കച്ചവടം നടത്തുന്നവരെ നിങ്ങൾ സൂക്ഷിക്കുക. അവർ മാലയും മറ്റും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ വേറെ കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഇത് ഈ കുട്ടികൾ വാങ്ങിച്ച് ഷൂവിൻ്റെ അകത്ത് വെച്ച് കൊണ്ടുപോകുന്ന കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന പോലീസ് പിക്കറ്റിൽ ഞാൻ പറഞ്ഞത്. പക്ഷെ ഒന്നും ചെയ്യും. അതാണ് നമ്മുടെ നാട്. അപ്പം അത് ഇവിടെ പറഞ്ഞത് ഇത് നിങ്ങൾ മനസ്സിലാക്കണ്ട. അപ്പം ഓൺലൈൻ ക്ലാസ് അല്ല, അവരത് മാറ്റിയിട്ട് ഉടൻ തന്നെ ടീച്ചറിൻ്റെ പ്രസൻസ് വേണമെന്ന് പറഞ്ഞു. ആ രീതിയിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ഒരു മാറ്റം വരുത്തി. അപ്പം നിങ്ങൾ നീറ്റും മറ്റുമൊക്കെ പറയാൻ നേരത്ത് ആ കോച്ചിങ് സമ്പ്രദായമൊന്നും അവിടെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും പുതിയ ഫാർ റൈറ്റ് ഗവൺമെൻറ്റ്സ് അവിടെയും വരുന്നുണ്ട്. ഒരളവ് വരെ അവർ തടയിടുന്നെങ്കിലും ഫാർ റൈറ്റ് എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷം അവിടെയും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ വരുന്നതിൻ്റെ ഫലമായിട്ട് ഫിൻലൻഡിൽ ഏറ്റവും ബെസ്റ്റ് സംവിധാനമുള്ള ഫിൻലൻഡിൽ തന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരും. ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് അവിടെ പോയി പഠിക്കാൻ കഴിയുന്ന ആർക്കും ഏറ്റവും പണക്കാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷെ അവിടെ വേറൊരു കാര്യം, ഈ 4 രാജ്യങ്ങളിലും എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അപ്പോൾ സർക്കാരിൻ്റെ അവിടെ എല്ലാവരും പോകും. നമ്മുടെ ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ വന്നപ്പോൾ ഡൽഹിയിലെ കുട്ടികൾ കൂടുതലും പോയത് സർക്കാർ സ്കൂളുകളിലാണ്. അതിന് മുമ്പ് എനിക്കറിയാം, സ്പ്രിംഗ് ഡേയിൽ എന്നൊക്കെ പറയുന്ന സ്കൂളുകളിലൊക്കെ പോകാൻ നേരത്ത് 1-1.5 ലക്ഷം രൂപയാണ് ഡൊണേഷൻ കൊടുക്കേണ്ടത്. ഈ AAP നമ്മൾ എന്ത് തന്നെ അവരെ കുറ്റം പറഞ്ഞാലും അവർ ആ സ്കൂളുകളെല്ലാം മോഡേണൈസ് ചെയ്തപ്പോൾ, അവിടെ എല്ലാം ഫ്രീ ആയിട്ട് ഫെസിലിറ്റീസ് കൊടുത്തപ്പോൾ അവിടെയാണ് തള്ളുണ്ടായത്. അവിടെ തള്ളുണ്ടാവുകയും മറ്റുള്ളവർ 1.5 ലക്ഷം രൂപ 1992 വാങ്ങിച്ചത് 40,000 കുറയ്ക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പം വീണ്ടും സ്ഥിതി പഴയതുപോലെ അവിടെ. ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിക്കുക, കൂടുതലും ഫ്രീ ആയിട്ട്. അതുകൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു സംരംഭത്തെക്കുറിച്ച് എനിക്കറിയാം. PSC കോച്ചിങ് ഫ്രീ ആയിട്ട് വളരെ നല്ല രീതിയിൽ അത് പോവുകയായിരുന്നു. അത് അങ്ങനെ തന്നെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്തുകൊണ്ടോ ചില കാര്യങ്ങൾ കൊണ്ട് അത് മുടങ്ങി. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും വിചാരിച്ചാൽ ആ സമ്പ്രദായം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണ്. അതിന് നമ്മൾ തയ്യാറാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ പരീക്ഷകളുടെയൊക്കെ കാര്യം പറയാൻ നേരത്ത് ഞാൻ സെൻറ് തോമസിൽ ഞാൻ പഠിപ്പിച്ച വെറും 6 വർഷം ഇതിനിടയിൽ സെൻറ് തോമസ് സ്കൂളിൽ. ആ സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഫുൾ ഫ്രീഡം തന്നെ ആ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പരീക്ഷ നടത്താൻ നേരത്ത് പരീക്ഷ ഒരു പേടി സ്വപ്നമേ അല്ല കുട്ടികൾക്ക്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് പരീക്ഷ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ തുടരുന്നത്. ആ രീതി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 2 ദിവസം കഴിഞ്ഞ് അവിടെ പരീക്ഷ നടക്കുന്നത്. അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് പേടി എന്ന് പറയുന്ന സാധനമില്ല. ഇത് കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ഇതുപോലെ ചെയ്തുകൂടെ? അവർക്കും ചെയ്യാം, പക്ഷെ അവരതിന് തയ്യാറല്ല. ഇവിടെ സ്കൂൾ ഫീഡിങ് മാത്രമേ അത് ചെയ്യുള്ളൂ. എന്തിനാണ് നമ്മൾ ഈ സ്കൂൾ ഫീഡ് ചെയ്യുന്നത്? കുട്ടികൾക്ക് വാരി കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആവശ്യമൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് പരീക്ഷയെക്കുറിച്ച് പേടിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. അതല്ലാതെ പേടിയാണ് അല്ലെങ്കിൽ അടിച്ച് നമ്മൾ പഠിപ്പിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ എനിക്ക് ഒരു കുട്ടിയെ പോലും ഇന്നേ വരെ അടിക്കേണ്ടി വന്നിട്ടില്ല. വഴക്ക് പറയും, അത് വേറെ കാര്യം, പക്ഷെ അടിക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് ഞങ്ങൾ തമ്മിൽ ആ ഒരു
അടുപ്പം വളരെ കൂടുതലാണ്. ഇനി ജയന്തിയുടെ ഒരു അഭിപ്രായം കൂടെ ഞാൻ പറയാം. 1990 കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ അവിടെ പോകുന്ന സമയത്ത് അതിന് മുമ്പൊക്കെ അവിടെ എൻട്രൻസ് പരീക്ഷകളുണ്ട്. എനിക്കറിയില്ല എൻട്രൻസ് ഒക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ 2 ആഴ്ചത്തെ ഒരു അവധി എടുത്തിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉപയോഗിച്ചാണ് ഞാൻ പഠിച്ചത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ മുൻപേ പോയവരൊക്കെ എവിടെയൊക്കെ പോയി കോച്ചിങ്ങിനൊക്കെ പോയി കുറേ കാര്യങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചാൽ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പറഞ്ഞാൽ ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടാണ് അവരെല്ലാം ക്ലിയർ ചെയ്ത് പോയത്. എന്തോ ഗതിയോടെ കൊണ്ട് ഞാൻ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്തത്. അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഓപ്പൺ ബുക്ക് സിസ്റ്റം ഓഫ് എക്സാമിനേഷൻ അവിടെ നടക്കുന്നത്. അത് 90കളാണ് നിങ്ങൾ ഓർക്കണം. പരീക്ഷ എഴുതുന്ന സമയത്ത് ബുക്ക് നിങ്ങളുടെ മേശപ്പുറത്തായിരിക്കുന്നത്. ആ വായിച്ചിട്ടുള്ളവന് മാത്രമേ അറിയത്തുള്ളൂ ഏത് പേജിലാണ് അതുള്ളതെന്ന്, അല്ലാത്തവന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിയല്ല, പേടി സ്വപ്നമല്ല. അല്ലാതെ ഇപ്പം നടക്കുന്ന ഈ ഒബ്ജക്റ്റീവ് പോലെയുള്ള സാധനം ഒന്നുമല്ല. നമുക്കറിയാം നമ്മൾ എഴുതുക. അപ്പോൾ അവിടെ നമ്മൾ ഒരു വിഷയമല്ല എഴുതുന്നത്, പല വിഷയങ്ങളെ കുറിച്ച് നമുക്ക് താല്പര്യമുള്ള ഏത് വിഷയമാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ആൻസേഴ്സ് എഴുതുന്നത്. ആ ഒരു സമ്പ്രദായം ഇവിടേക്ക് വരേണ്ടതായി. പക്ഷെ ഇവിടെ ഒന്നും അത് വരാൻ അനുവദിക്കത്തിടത്തോളം കാലം ഇതിങ്ങനെ കൂടിക്കൂടി വരും. കുറേ പേര് ആത്മഹത്യയും. പിന്നെ ഈ പരീക്ഷകളെ കുറിച്ചൊക്കെ പൊതുവെ പറയാൻ നേരത്തെ ഈ നീറ്റ് പോലെയുള്ള പരീക്ഷകളൊക്കെ ആർക്ക് വേണ്ടിയാണ്? പാവപ്പെട്ടവർ ജയിക്കുമായിരിക്കും 1 or 2. അത് വെച്ച് നമ്മുടെ മീഡിയ വലിയൊരു കവറേജും കൊടുക്കും. അതല്ല, ഈ ഫിൽറ്റർ ചെയ്യുന്നതെല്ലാം ഒരു പ്രത്യേക ക്ലാസ്സിന് വേണ്ടിയാണ്, ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് വേണ്ടി. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ സ്ക്രാപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ പരീക്ഷാ സമ്പ്രദായം നടത്താൻ പാടില്ല.